ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോങ് ചെയിനും അതുപോലെ ഷോർട്ട് ചെയിനും ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലോങ് ചെയിൻ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഈ ഒരു സർക്കിളിൽ നമുക്ക് ചെറിയ ചെയിൻ ഇട്ട് കൊടുത്താൽ എങ്ങനെയുണ്ടെന്നുള്ളതും രണ്ടും തമ്മിലെ വ്യത്യാസം നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ ലോങ് ചെയിനുകൾ ഇട്ട് കൊടുത്ത് നോക്കാം. വീഡിയോയിൽ പ്രത്യേകം നോക്കുക, ഞാൻ ആ ലൈനിൽ കൂടെ തന്നെയാണ് ചെയിൻ ഇടുന്നത്. എന്താണ് ഡിഫറൻസ് എന്നുള്ളത് വീഡിയോ കറക്റ്റായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. തുടക്കം മുതലേയുള്ള വീഡിയോസ് കാണാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പരമാവധി ശ്രമിക്കുക. വേറൊന്നുമല്ല, നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സ്പീഡ് കൂട്ടാൻ, അതുപോലെ വർക്ക് പെർഫെക്റ്റ് ആവാനുള്ള ടിപ്സൊക്കെ നമ്മൾ ഇതുപോലെ വീഡിയോയുടെ ഇടയിലായിരിക്കും പറയുക. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. 100% ഷുവറായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുകയാണ്. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അരി വർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇതുപോലെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് മാത്രം നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എൻഡിനോട്ട് ഇടുന്ന ടെക്നിക്കാണ് കേട്ടോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഇതുപോലെ എൻഡിനോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ലാസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും പോയി നോക്കണം കേട്ടോ. ഈ ഒരു ലോങ് ചെയിൻ ഇട്ട് കൊടുത്തിട്ടുള്ള സർക്കിൾ നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഷോർട്ട് ചെറിയ കുഞ്ഞു ചെയിൻ ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം നെക്സ്റ്റ് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ചെയിൻ ഇട്ട് കൊടുക്കുക. ചെറിയ ചെയിൻ ഇടാൻ ശ്രമിക്കുക. ഇതുപോലെ ഈ ഒരു എൻഡ് പോർഷനിലേക്ക് എത്താറാകുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കൊടുക്കുക. ലാസ്റ്റ് എത്താറായി കഴിയുമ്പോഴത്തേക്കും ആദ്യം കൊടുത്ത ചെയിൻ്റെ ഒരു പോർഷൻ നമ്മൾ നീഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ താഴേക്ക് വലിച്ചു കൊടുത്തു കഴിയുമ്പോൾ ലോക്കായി. ഈ ഒരു രണ്ട് സർക്കിൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ഒന്ന് ലോങ് ചെയിൻ ആണ്, അടുത്തത് ഷോർട്ട് ചെയിൻ ആണ്. ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ നമ്മൾ വരച്ച ഒരു ഇതൊക്കെ ചെയിൻ വേറെ സ്ഥലത്തും ഈ ഒരു ലൈൻ വേറെ സ്ഥലത്തൊക്കെ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ചെറിയ ചെയിനിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സർക്കിളിൽ ഷോർട്ടായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ ഉള്ള വ്യത്യാസവും ലോങ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴും ഭാവിയിലേക്ക് ഷോർട്ടായിട്ട് ചെയിൻ സ്റ്റിച്ചുകൾ ഇടുമ്പോഴുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്